Hello, welcome back to our YouTube channel. Firstly, Happy New Year to everyone. നമുക്കറിയാം കുറേ നാളെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ട് മെയിനായിട്ട് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിരുന്ന സമയത്ത് ഫെസ്റ്റിവൽസും ഫാമിലി ടൈമും ഒക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. സോ എനിഹോ ഇൻ സ്റ്റാർട്ടിങ് ടുഡേ നമ്മൾ നമ്മുടെ യൂട്യൂബ് സീരീസ് പിന്നെയും കണ്ടിന്യൂ ചെയ്യാണ്. ആൻഡ് ദിസ് ഇയർ നമ്മൾ കുറച്ചും കൂടെ ഓപ്ഷൻസ് ട്രേഡിങ്, കാരണം ഞാനൊരു ഹാർഡ് കോർ ഓപ്ഷൻസ് ട്രേഡറാണ്. വെറുതെ മാർക്കറ്റ് അനാലിസിസ് മാത്രം പറയാതെ ഞാൻ ഇൻട്രാഡേ ബേസിസിൽ ഓപ്ഷൻസ് സെല് ചെയ്യുന്ന ആളാണ്. സോ അപ്പം ഞാൻ ഓൾമോസ്റ്റ് 5 days a week, അതായത് മേ ബി മൺഡേ വളരെ ലൈറ്റ് പൊസിഷൻസ് ആയിരിക്കും, ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ദിവസവും ഞാൻ ഇൻട്രാഡേ ഓപ്ഷൻസ് സെല് ചെയ്യാറുണ്ട്. സോ എൻ്റെ കറൻറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏകദേശം 30 lakhs-ഓളമാണ്. സോ അത് യൂസ് ചെയ്തിട്ട് ഞാൻ ട്രേഡ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ജേർണൽ പോലെ ആയിരിക്കും ഇത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണലി അതിൽ നിന്ന് വാല്യൂ കിട്ടുമോ അല്ലെങ്കിൽ പഠിക്കാൻ സാധിക്കുമെങ്കിൽ യു ക്യാൻ ട്രൈ ടു ലേൺ ഫ്രം ദിസ്. സോ ഇന്നത്തെ നിഫ്റ്റി എക്സ്പയറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു സമ്മറി പറയാം. കാരണം മാർക്കറ്റിൽ പ്രീവിയസ് ഡേ സെൽ ഓഫ് ഉണ്ടായതിനു ശേഷം ഒരു ഇത്രയും സ്റ്റീപ്പ് സെൽ ഓഫ് ഉണ്ടായതിനു ശേഷം നെക്സ്റ്റ് ഡേ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ജനറലി നമുക്കൊരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ അഥവാ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ഡേ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പം ഇന്നത്തെ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നോട്ട് എക്സാക്ട്ലി ഇൻസൈഡ് ക്യാൻഡിൽ ഞാൻ എൻ്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഇതിൻ്റെ അകത്ത് നിൽക്കുമെന്നായിരുന്നു. പക്ഷേ ഇതൊരു ആക്ച്വലി ഒരു ക്ലീൻ ബുള്ളിഷ് ക്യാൻഡിലാണ്. ബട്ട് എനിഹോ ഈ ഒരു മുകളിലുള്ള റേഞ്ചിൻ്റെ മുകളിലോട്ട്, അതായത് 21,700 മുകളിലോട്ട് പോയിട്ടില്ല. സോ ഓപ്ഷൻ സെല്ലിങ്ങിൽ ഇന്ന് ഭയങ്കര പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഡേ ആയിരുന്നു. ഞാൻ പക്ഷേ ഒരല്പം കൺസർവേറ്റീവ്ലിയാണ് ട്രേഡ് ചെയ്തത്. സോ ക്ലോസിംഗ് ദ ഡേ അറ്റ് സംവെയർ അറൗണ്ട് 0.8%. വലിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും വേണ്ടി വന്നില്ല. രാവിലെ തൊട്ട് തന്നെ സ്റ്റഡി വൺ സൈഡ് ലീനിയർ ഡേക്ക് ആയിരുന്നു. രാവിലെ ഈ ഒരു ബ്രേക്ക് ഔട്ട് ടൈമിലൊന്നും ഞാൻ അധികം കോൾ സൈഡ് സെറ്റ് ചെയ്തില്ല. കാരണം എന്താണ്, ഈ പ്രീവിയസ് ഡേയിൽ ഒരു സെൽ ഓഫിന് ശേഷം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുന്ന സമയത്ത് ഈ 19,600 കോൾ സെല് ചെയ്തവരെല്ലാം ഷോർട്ട് കവർ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അത് തന്നെയാണ് നടന്നത്. ആൻഡ് ഇതേപോലെ പിന്നെയും ഫ്ലാഗ് ആൻഡ് ബോൾ കൺസോൾട്ടേറ്റ് ചെയ്തതിനു ശേഷം ബ്രേക്ക് ഔട്ടായി വളരെ സൈഡ് വൈസ് ആയിട്ടുള്ള മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫ് ആയിരുന്നു നടക്കുന്നത്. ഓപ്ഷൻസിൽ 85 rupees ഓപ്പൺ ചെയ്തത് ഐ തിങ്ക് ക്ലോസ്ഡ് അറൗണ്ട് 8 rupees സ്ട്രാഡൽ. സോ യു ക്യാൻ ഇമാജിൻ, നല്ല രീതിയിൽ സൈസ് ചെയ്തിരുന്നെങ്കിൽ നമുക്കിന്ന് 1% മുകളിൽ ഈസിലി ഉണ്ടാക്കാൻ പറ്റുന്ന, മറ്റ് കൂടുതലായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സോ മറ്റ് എക്സ്പ്ലനേഷനോ ഒന്നും ഇന്ന് എടുത്തു പറയാനായിട്ടൊന്നുമില്ല. കാരണം ഞാൻ തന്നെ വളരെ പാസീവായിട്ട് ട്രേഡ് ചെയ്തൊരു ദിവസമാണ്. സോ എനിഹോ മൂവിങ് ഫോർവേഡ് മാക്സിമം നമ്പർ ഓഫ് ഡേയ്സിൽ ഞാൻ പറ്റുമെങ്കിൽ ലൈവ് മാർക്കറ്റിലും പൊസിഷൻസ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഞാൻ ബേസിക്കലി സ്ട്രാങ്കിളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അപ്പം പുട്ട് എപ്പോഴാണ് റോൾ ചെയ്യേണ്ടത്, കോൾ എപ്പോഴാണ് ഞാൻ റിസ്ക് ഓഫ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ ഇൻഡെപ്റ്റ് ആയിട്ട് നിങ്ങൾക്കൊരു എഡ്യൂക്കേറ്റീവ് ലെവലിൽ പഠിപ്പിച്ചു തരാനായിട്ട് ശ്രമിക്കാം. സോ മൂവിങ് ഫോർവേഡ് ഈ ചാനലിൽ കൂടുതൽ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ്, അതായത് വെറുതെ ഇരുന്ന് മാർക്കറ്റ് അനലൈസ് ചെയ്യാതെ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് കുറേ വാല്യൂ അഡീഷൻസ് കിട്ടുന്ന രീതിയിലുള്ള കോണ്ടന്റ് ഞാൻ പ്രോമിസ് ചെയ്യുന്നുണ്ട്. എനിഹോ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ പ്ലാൻസിനെ പറ്റി ജസ്റ്റ് ഒന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തോളൂ. ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് പോകാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ. ബൈ.